dear students. Today we are going to study our second chapter from Trade to Power. മിസ് ഇന്ന് നിങ്ങളുടെ സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. ചാപ്റ്റർ നെയിം എന്താണ്? ഫ്രം ട്രേഡ് ടു പവർ. In this chapter we can see that a black pepper is saying its story. ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു ബ്ലാക്ക് പെപ്പർ എന്താണ് കുരുമുളക് അതിൻ്റെ സ്റ്റോറി പറയുകയാണ്. അതിലൂടെയാണ് ആ ഒരു സ്റ്റോറിയിലൂടെയാണ് നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് കടക്കുന്നത്. ഈ ചാപ്റ്ററിലേക്ക് കടക്കാനുള്ളൊരു ഹിൻഡ്, എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിപ്പിക്കുന്നത് എന്നുള്ളൊരു ഹിൻഡ് ഈ ബ്ലാക്ക് പെപ്പർ അതിൻ്റെ സ്റ്റോറിയിലൂടെ നിങ്ങൾക്ക് തരികയാണ്. ഇനി സെഞ്ച്വറീസ് എഗോ യൂറോപ്യൻസ് യൂസ് ബ്ലാക്ക് പെപ്പർ to preserve their cattle meat during winter season since there was no electricity or refrigerator. അതായത് ഒരുപാട് സെഞ്ച്വറീസ് മുമ്പേ, ഒരുപാട് വർഷങ്ങൾ, ഒരുപാട് യുഗങ്ങൾക്ക് മുമ്പേ യൂറോപ്യൻസ് അവരുടെ കാറ്റിൽ മീറ്റ് പ്രിസർവ് ചെയ്യാനായിട്ട്, കാറ്റിൽ മീറ്റ് എന്താണ്, അവരുടെ കന്നുകാലികളുടെ മാംസം അത് പ്രിസർവ് ചെയ്യുകയെന്ന് വെച്ചാൽ സ്റ്റോർ ചെയ്ത് വെക്കുക, കേടുപാട് പറ്റാതെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് അവർ എന്താണ് യൂസ് ചെയ്തിരുന്നത്? ബ്ലാക്ക് പെപ്പറാണ് യൂസ് ചെയ്തിരുന്നത്. അന്നത്തെ കാലത്ത് റെഫ്രിജറേറ്ററോ കറണ്ടോ ഇലക്ട്രിസിറ്റിയോ ഒന്നും ഇല്ലായിരുന്നു. മാത്രമല്ല നിങ്ങൾക്കറിയാം യൂറോപ്യൻസിലൊക്കെ എന്താണ് വിൻ്റർ ടൈം എന്ന് പറഞ്ഞാൽ ഒരു ലോങ് പീരീഡാണ്. വിൻ്റർ ടൈമിൽ ലോങ് പീരീഡ് ടൈം എന്ന് വെച്ചാൽ ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്നതാണ്. അതുകൊണ്ട് എന്താണ് അവർ ഇങ്ങനെ കന്നുകാലികളുടെ മാംസമൊക്കെ പ്രിസർവ് ചെയ്ത് വെക്കും. അതിന് വേണ്ടിയിട്ടാണ് അവർ ബ്ലാക്ക് പെപ്പർ യൂസ് ചെയ്യുന്നത്. Black pepper says that the Europeans loved his friends cardamom, cinnamon and ginger. അതായത് ബ്ലാക്ക് പെപ്പർ പറയുകയാണ് യൂറോപ്യൻസിന് എന്നെ കണക്ക് തന്നെ ബ്ലാക്ക് പെപ്പറിൻ്റെ ഫ്രണ്ട്സിനെ ഇഷ്ടമാണ്. ആരൊക്കെയാണ് ബ്ലാക്ക് പെപ്പറിൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്? കാർഡമം എന്താണ്? ഏലക്ക. സിനമൺ എന്താണ്? കറുവപ്പട്ട. ജിഞ്ചർ ഇഞ്ചി. എല്ലാവരെയും ആർക്കും ഇഷ്ടമാണ്? യൂറോപ്യൻസ് ഇഷ്ടമാണ്. യൂറോപ്യൻസ് യൂസ് ടു ട്രാവൽ മെനി കൺട്രീസ് ഫോർ സ്പൈസസ്. യൂറോപ്യൻസ് അതിന് വേണ്ടിയിട്ട് ഒരുപാട് കൺട്രീസ് ട്രാവൽ ചെയ്ത് ഇതിന് വേണ്ടിയിട്ടാണ്? സ്പൈസസിന് വേണ്ടിയിട്ട്. Did you listen to the story, Peppo? What did you understand from the story? The spices of our land were essential to the foreigners. അതായത് നമ്മളുടെ നാട്ടിലുള്ള സ്പൈസസ് ഫോറിനേഴ്സിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായിരുന്നു. സ്പൈസസ് എന്ന് വെച്ചാൽ നമ്മളുടെ നാട്ടിലുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ. The traders all over the world used to visit here to collect the spices. അതായത് ഈ ലോകത്തുള്ള മിക്ക ട്രേഡേഴ്സ് എന്തിനാണ് നമ്മളുടെ നാട്ടിലേക്ക് വരുന്ന ഈ സ്പൈസസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. In the previous chapter, we learned about the conquest of Constantinople by the Turks in 1453. This situation disrupted the trade connectivity between Asia and Europe. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചായിരുന്നല്ലേ, ടർക്ക് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുന്നതൊക്കെ നിങ്ങൾ പഠിച്ചതല്ലേ? അപ്പോഴെന്ത് പറ്റിയെന്നറിയാവോ? ഇത് ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള ട്രേഡ്, കച്ചവടത്തെ ഇത് സാരമായി ബാധിക്കുകയാണ് ഉണ്ടായത്. സോ the Europeans started to find a new sea route to India. അതുകൊണ്ട് യൂറോപ്യൻസിന് ഒരു പുതിയ സീ റൂട്ട് കണ്ടുപിടിക്കേണ്ടതായി വന്നു. With the discovery of sea route to India, the Portuguese, the Dutch, the English and the French reached India for the purpose of trade. അതായത് പുതിയ സീ റൂട്ട് കണ്ടുപിടിച്ചതോടെ പല യൂറോപ്യൻ പവേഴ്സും ഇന്ത്യയിലേക്ക് വരികയാണ് ഉണ്ടായത്. ആദ്യം ഫസ്റ്റ് ആരാണ് വന്നത്? പോർച്ചുഗീസ്, അത് കഴിഞ്ഞ് ഡച്ച്, അത് കഴിഞ്ഞ് ഇംഗ്ലീഷ്, ദെൻ ലാസ്റ്റ് വന്നായിരുന്നു ഫ്രഞ്ച്. അങ്ങനെ ഒരുപാട് യൂറോപ്യൻ പവേഴ്സ് ഇങ്ങോട്ട് വരികയാണ് ഉണ്ടായത്. From Portugal to Calicut. In 1498, a group of sailors from Portuguese under the leadership of Vasco da Gama reached Kampad near Calicut. അതായത് വാസ്കോ ഡ ഗാമയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വാസ്കോ ഡ ഗാമ കോഴിക്കോട് കാപ്പാട് എന്നുള്ള സ്ഥലത്ത് വന്നിറങ്ങിയതിനാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അതിന് നല്ല രീതിയിലൊരു എക്സ്പ്ലനേഷനും കൂടി തന്നുകൊണ്ട് അത് മിസ്സൊന്ന് റീഡ് ചെയ്യാം. It was a sunny morning in the month of May 1498. 3 huge ships anchored at Kappad near Calicut. The language and dress code of the mariners in the ship were quite different from the native people. എങ്ങനെയാണ് വാസ്കോ ഡ ഗാമ നമ്മൾ കാപ്പാട് വന്നിറങ്ങിയെന്നാണ് നമുക്കിവിടെ അവർ പറഞ്ഞു തരുന്നത്. എങ്ങനെയാണ് പറയുന്നത്? ഒരു നല്ല സണ്ണി മോർണിംഗ് ആണ്. ഇൻ വിച്ച് ഇയർ? 1498 ആണ്. എത്ര ഷിപ്പിലാണ്? 3 ഷിപ്പാണ് അവിടെ കാപ്പാട് വന്നെത്തിയത്. അപ്പോൾ എന്താണ് അവരുടെ ലാംഗ്വേജ്, അവരുടെ ഭാഷയും അവരുടെ ഡ്രസ് കോഡും എന്താണ്? നേറ്റീവ് പീപ്പിളാണ്.
അവിടെയുള്ള ആൾക്കാരെയും കാട്ടി എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. ഫോറിനേഴ്സിൻ്റെ ഡ്രസ്സൊക്കെ നമ്മുടെ ഡ്രസ്സ് കണക്കാണോ? അല്ല. അതേ കണക്ക് വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. നേറ്റീവ് പീപ്പിൾ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണക്കാരെ അവിടെ ഉള്ളവരെയും ഡ്രസ്സിനെയും കാട്ടിയും വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. ദേ വേർ എ ഗ്രൂപ്പ് ഓഫ് സെയിലേഴ്സ് ഫ്രം പോർച്ചുഗൽ. അവർ ഇവിടെ നിന്ന് വന്നാണ്, പോർച്ചുഗലിൽ വന്ന സെയിലേഴ്സ് ആണ്. ആര് ലീഡർഷിപ്പിലൂടെയാണ് വന്നേ? വാസ്കോ ഡ ഗാമ. ദ സാമറിൻ ഇതാ റൂളർ ഓഫ് കാലിക്കറ്റ് ഡിഡ് നോട്ട് പ്രൊവൈഡ് ട്രേഡിംഗ് ഫെസിലിറ്റി ടു വാസ്കോ ഡ ഗാമ. അതായത് കോഴിക്കോട്ടത്തെ രാജാവൻ നമ്മൾ പറയുന്ന പേരാണ് സാമൂതിരി. അതിന് നമ്മൾ എന്താണ് ഇംഗ്ലീഷിൽ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യും? സാമറിൻ. അദ്ദേഹം എന്താണ് അവിടെ ട്രേഡ് നടത്താനായിട്ട്, കച്ചവടം നടത്താനായിട്ട് വാസ്കോ ഡ ഗാമയെ സമ്മതിച്ചില്ല. സോ ഹി ലെഫ്റ്റ് ഫോർ കണ്ണൂർ. അതുകൊണ്ട് അദ്ദേഹം എവിടെ പോയി? കണ്ണൂരിലേക്ക് പോയി. ഗ്യാദർ നെസസറി ഗുഡ്സ് ആൻഡ് ദെൻ റിട്ടേൺ ടു പോർച്ചുഗൽ. അദ്ദേഹം കണ്ണൂരിൽ നിന്ന് കുറേ ഗുഡ്സ് എല്ലാം കളക്ട് ചെയ്ത് അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിൻ്റെ സ്ഥലത്തേക്ക് പോവുകയാണ്, പോർച്ചുഗലിലേക്ക് പോവുകയാണ്. സോ ലുക്ക് അറ്റ് ദ ബോക്സ്. അവിടെ ഒരു ബോക്സിൽ ഒരു കുറച്ച് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. Vasco da Gama got a profit which was 60 times greater than the cost of their voyage. By selling the goods they took back with them. അതായത് വാസ്കോ ഡ ഗാമ ഇങ്ങോട്ടത്തെ ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി അദ്ദേഹം കുറേ തയ്യാറെടുപ്പുകൾ നടത്തിയില്ലേ. അദ്ദേഹത്തിന് ഷിപ്പും അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ അദ്ദേഹത്തിന് ചിലവായി. അതിൻ്റെ 60 ഇരട്ടിയാണ് അദ്ദേഹം എങ്ങോട്ടേക്ക്, പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയതെന്നാണ് ആ ബോക്സിൽ പറഞ്ഞേക്കുന്നത്. Almeida and Albuquerque, 2 sailors from Portugal, reached here for trade following Vasco da Gama. വാസ്കോ ഡ ഗാമയെ പിന്തുടർന്ന് 2 സെയിലേഴ്സും കൂടി വന്നു. ആരൊക്കെയായിരുന്നു? അൽമെയ്ദ ആൻഡ് ആൽബുക്കർക്ക്. ഗോവ, ഡാമൻ ആൻഡ് ഡ്യൂ വെയർ ദ മേജർ ട്രേഡ് സെൻറ്റേഴ്സ് ഓഫ് ദ പോർച്ചുഗീസ്. പോർച്ചുഗീസിൻ്റെ പ്രധാനപ്പെട്ട ട്രേഡ് സെൻറ്റേഴ്സ് എന്ന് വെച്ചാൽ അവിടെ കച്ചവട കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ ഏതൊക്കെയായിരുന്നു? ഗോവ, ഡാമൻ ആൻഡ് ഡ്യൂ. വിച്ച് ആർ ദ മേജർ ട്രേഡ് സെൻറ്റേഴ്സ് ഓഫ് പോർച്ചുഗീസ്? ഗോവ, ഡാമൻ ആൻഡ് ഡ്യൂ. They constructed St. Angelo Fort at Kannur and Kottappuram Fort in Thrissur district. അവർ കേരളത്തിൽ 2 ഫോർട്ട്, FORT, ഫോർട്ട് എന്ന് വെച്ചാൽ എന്താണ്? കോട്ടകൾ. 2 കോട്ടകൾ ഉണ്ടാക്കി. ഏതൊക്കെയായിരുന്നു? സെൻറ്റ് ആഞ്ചലോ ഫോർട്ട് കണ്ണൂർ, കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോ ഫോർട്ടും കോട്ടപ്പുറം ഫോർട്ട് ഇൻ തൃശ്ശൂരിലെ കോട്ടപ്പുറം ഫോർട്ടും. ദ പോർച്ചുഗീസ് വെർ ഓൾസോ നോൺ ആസ് പറങ്കീസ്. പോർച്ചുഗീസിന് പറയുന്ന അനദർ നെയിമാണ് പറങ്കീസ്. അനദർ നെയിം ഓഫ് പോർച്ചുഗീസ്, പറങ്കീസ്. Agriculture crops like pineapple, guava, papaya, red chilli, cashew, tobacco, etc. that are found in Kerala now were introduced by the Portuguese. ഇന്ന് കേരളത്തിൽ കാണുന്ന ക്രോപ്സ് ആയ പപ്പായ, പൈനാപ്പിൾ, റെഡ് ചില്ലി, കാഷ്യൂ, പിന്നെ ഗോവ എന്താണ്? നമ്മളുടെ പേരയ്ക്ക. ടൊബാക്കോ എന്ന് വെച്ചാൽ പുകയില. ഇതെല്ലാം കേരളത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? പോർച്ചുഗീസുകാരാണ്. The widespread use of printing machine and the development the art form ചവിട്ടുനാടകം were some of the impact of Indo-Portuguese relationship. അതായത് പ്രിൻറ്റിംഗ് മെഷീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരായിരുന്നു? പോർച്ചുഗീസാണ്. അതിനിടയ്ക്ക് നിങ്ങൾ ചവിട്ടുനാടകം കണ്ടിട്ടുണ്ടോ? അതൊരു ആർട്ട് ഫോമാണ്. അത് കേരളത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? പോർച്ചുഗീസാണ്. ഇതൊരു ആർട്ടിസ്റ്റിക് മിക്സ് ആണ്. അതായത് പോർച്ചുഗീസും നമ്മൾ കേരളത്തിൻ്റെ കലയും കൂടി ചേർന്ന ഒരു ആർട്ടിസ്റ്റിക് മിക്സാണ് ചവിട്ടുനാടകം. The Portuguese could not establish many trade centers in India. പോർച്ചുഗീസുകാർക്ക് ഒരുപാട് ട്രേഡ് സെൻറ്റേഴ്സ് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. വൈ? I will explain the reason. They did not have enough economic and military resources to compete with other European powers. മിസ് പറഞ്ഞു തന്നായിരുന്നു, ഒരുപാട് യൂറോപ്യൻ പവേഴ്സ് ഇങ്ങോട്ട് വന്നല്ലേ, അവരെയായിട്ട് പിടിച്ച് നിൽക്കത്തക്കവണ്ണം എക്കണോമിക്കായിട്ട് മിലിറ്ററി റിസോഴ്സും, എക്കണോമിക് എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ടും മിലിറ്ററി ഫോഴ്സ് അവർക്ക് ഇല്ലായിരുന്നു. ദേ ഫേസ് റെസിസ്റ്റൻസ് ഫ്രം നേറ്റീവ് ഫോഴ്സസ്. അതായത് അവരിവിടെ വന്ന് ഭരിച്ചപ്പോൾ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാരെ അവർക്ക് നേരിടേണ്ടി വന്നു. നമുക്കായാലും അങ്ങനെയല്ലേ, ഒരാൾ നമ്മളെ വന്ന് ഭരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുമോ? നമ്മളെ എതിർക്കും. അതേ കണക്ക് ഇവിടെയുള്ള ആൾക്കാരും ഇതിനെതിരെ എതിർത്തു. കുഞ്ഞാലി മരയ്ക്ക, the admiral of the Zamorine naval force, led the resistance against the Portuguese in the Malabar region. മലബാർ റീജിയനിൽ അവർക്ക് ആരെയാണ് നേരിടേണ്ടി വന്ന? കുഞ്ഞാലി മരക്കാർസ്. കുഞ്ഞാലി മരക്കാർ എന്ന് പറഞ്ഞാൽ ഒരു ടൈറ്റിലാണ്. കുഞ്ഞാലി മരക്ക വാസ് ദ ടൈറ്റിൽ ഗിവൺ ടു ദ അഡ്മിറൽ ഓഫ് ദ സാമറിൻ നേവൽ ഫോഴ്സ്. അതായത് സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവനെയാണ് കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത്. അങ്ങനെ 4 കുഞ്ഞാലി മരക്കാർമാർ ഉണ്ടായിരുന്നു. അവർക്ക് കൊടുക്കുന്ന ടൈറ്റിലാണ്, അവരുടെ നേവൽ ഫോഴ്സിന് കൊടുക്കുന്ന ടൈറ്റിലാണ് കുഞ്ഞാലി മരക്കാർ.